മാതാവേ, അമ്മയുടെ മാധ്യസം ഈ നിമിഷങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ യാചിക്കുന്നു. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിൻ്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 43 മുതൽ ഇന്ന് കാണാൻ പോവുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 43 മുതൽ വായിക്കാം. അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 12 പേരിൽ ഒരുവനായ യൂദാസ് അവിടെ എത്തി. അവനോടുകൂടെ പ്രധാന പുരോഹിതന്മാരുടെയും നിയമജ്ഞരുടെയും ജനപ്രമാണികളുടെയും അടുത്ത് നിന്ന് വാളും വടിയുമായി ഒരു ജനക്കൂട്ടവും വന്നിരുന്നു. ഒറ്റുകാരൻ അവർക്ക് അടയാളം നൽകിയിരുന്നു. ഞാൻ ആരെ ചുംബിക്കുന്നുവോ അവൻ തന്നെ, അവനെ പിടിച്ച് സുരക്ഷിതമായി കൊണ്ടുപോയിക്കൊള്ളുക. അവൻ യേശുവിനെ സമീപിച്ച് ഗുരോ എന്ന് വിളിച്ചുകൊണ്ട് അവനെ ഗാഢമായി ചുംബിച്ചു. അപ്പോൾ അവർ അവനെ പിടിച്ച് ബന്ധിച്ചു. സമീപത്ത് നിന്നിരുന്ന ഒരുവൻ വാളൂരി പ്രധാന പുരോഹിതൻ്റെ സേവകനെ വെട്ടി അവൻ്റെ ചെവി ഛേദിച്ചു കളഞ്ഞു. യേശു അവരോട് പറഞ്ഞു, കവർച്ചക്കാരനെതിരെ എന്നതുപോലെ വാളും വടിയുമായി വന്നിരിക്കുന്നുവോ? ഞാൻ ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ട് നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. നിങ്ങളെന്നെ പിടിച്ചില്ല. എന്നാൽ വിശുദ്ധ ലിഖിതങ്ങൾ പൂർത്തിയാകേണ്ടിയിരിക്കുന്നു. അപ്പോൾ ശിഷ്യന്മാരെല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. എന്നാൽ ഒരു യുവാവ് അവനെ അനുഗമിച്ചു. അവനൊരു പുതപ്പ് മാത്രമേ തൻ്റെ ശരീരത്തിൽ ചുറ്റിയിരുന്നുള്ളൂ. അവർ അവനെ പിടിച്ചു. അവൻ പുതപ്പുപേക്ഷിച്ച് നഗ്നനായി ഓടിപ്പോയി. നല്ല രസകരമായ ഒരു സന്ദർഭമാണിത്. അതായത് ശരിക്കും പറഞ്ഞാൽ ഈശോ പറഞ്ഞില്ലേ, മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 27, നിങ്ങൾക്കെല്ലാവർക്കും ഇടർച്ചയുണ്ടാകും, ഞാൻ ഇടയനെ അടിക്കും, ആടുകൾ ചെറിയപ്പോൾ. അത് കംപ്ലീറ്റ് ആവുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ഈ പാസേജ് തീരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അത് പൂർത്തിയായി. ഈശോ മിശിഹാ പറഞ്ഞതുപോലെ തന്നെ അവിടെ സംഭവിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. നമുക്ക് വായിക്കാം. വളരെ ലളിതമായ കാര്യങ്ങളാണ്, പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞാൽ എന്താ സംസാരിച്ചത്? മതി, സമയമായി, പോകാം, ഇതാ എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ അടുത്തെത്തിയിരിക്കുന്നു. അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 12 പേരിൽ ഒരുവനായ യൂദാസ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, യൂദാസിനെ കുറിച്ച് മർക്കോസ് പറയുമ്പോഴെല്ലാം എന്താ പറയുന്നത്? 12 പേരിൽ, 1 among the 12 എന്നാ പറയുന്നത്. അത് വളരെ ബോധപൂർവം മർക്കോസ് എഴുതിയതാവണം. കാരണം എന്താണ്? അതെല്ലാവരുടെയും സാധ്യത സൂചിപ്പിക്കുകയാണ്. ഈ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഇടയിൽ ഈ സാധ്യതയുണ്ട്. ഒറ്റുകാരന, അത് ഈ അപ്പസ്തലന്മാരുടെ ലിസ്റ്റ് പറയുമ്പോൾ എപ്പോഴും പറയുന്നത് എന്താണ്? ഒറ്റുകാരനായി തീർന്ന യൂദാസ് കറിയോത്ത. ഒറ്റുകാരനായി യൂദാസ് കറിയോത്ത എന്നല്ല, ഒറ്റുകാരനായി തീർന്ന, മനസ്സിലായോ? ട്രാൻസ്ഫോംഡ് ഇൻ ടു എ പേഴ്സൺ ഹൂ ബിട്രേഡ് ജീസസ് ക്രൈസ്റ്റ്. എ ബിട്രയർ ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യപ്പെട്ട ആൾ, മാറിയ ആൾ. തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ യൂദാസ് ഒറ്റുകാരനായിരുന്നില്ല. ഇത് ആവുകയാണ്. മനസ്സിലായില്ലേ? ഒറ്റുകാരൻ ജനിക്കുകയല്ല, ഒറ്റുകാരൻ ഉണ്ടായി വരികയാണ്. പതുക്കെ രൂപാന്തരപ്പെട്ട് വരികയാണ്. അപ്പോൾ 12 പേരിൽ ഒരുവനായ യൂദാസ് അവിടെ എത്തി. അവനോടുകൂടെ പ്രധാന പുരോഹിതന്മാരുടെയും നിയമജ്ഞരുടെയും ജനപ്രമാണികളുടെയും. ഈ 3 ഫ്രേസ് ഓർത്തോണം. പ്രധാന പുരോഹിതന്മാർ, നിയമജ്ഞർ, ജനപ്രമാണിമാർ. ഈശോ പറഞ്ഞത് എന്താണ്? ഇവർ യേശുവിനെ പിടിക്കുമെന്നാണ് ഈശോ പ്രവചിച്ചുകൊണ്ടിരുന്നത്. അതേ ഗ്രൂപ്പാണ്. അപ്പോൾ ജനപ്രമാണികൾ, പുരോഹിതന്മാർ, നിയമജ്ഞരുടെയും അടുത്ത് നിന്ന് വാളും വടിയുമായി ഒരു ജനക്കൂട്ടവും. ഈശോയെപ്പോലെ നിരുപദ്രവകാരിയായ ഒരാളെ പിടിക്കാൻ എന്തിനാ വാളും വടിയുമായിട്ട് വരുന്നത്? എൻ്റെ ആവശ്യമില്ല. പക്ഷേ അവരങ്ങനെ വന്നതിൻ്റെ കാരണം എന്താണ്? അത് ഈശോ ഉദ്ദേശിച്ചിട്ടല്ല. ശിഷ്യന്മാർ ഏതെങ്കിലും തരത്തിൽ പ്രതികരിച്ചാൽ അവരെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈശോയുടെ കൂടെ ഏതെങ്കിലും ജനം, ഈശോയെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പ്രതികരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വാളും വടിയുമായ ഒരു ജനക്കൂട്ടവും വന്നിരുന്നു. ഒറ്റുകാരൻ, കണ്ടോ? ഒറ്റുകാരൻ, ഇനി അതാണ് ഒറ്റുകാരൻ. അവർക്ക് ഒരടയാളം നൽകിയിരുന്നു. ഞാൻ ആരെ ചുംബിക്കുന്നുവോ അവൻ തന്നെ, അവനെ പിടിച്ച് സുരക്ഷിതമായി കൊണ്ടുപോയിക്കൊള്ളുക. അപ്പോൾ നമുക്ക് സംശയം തോന്നാം, ഈശോയെ പോലെ ഇത്രയും പോപ്പുലറായ ഒരു ഫിഗറിനെ
എന്തിനാണ് കാണിച്ചു കൊടുക്കാൻ ഒരാൾ? പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, ഈ ഒലിവ മലയിൽ ഇത് തിരുനാളിൻ്റെ ദിവസമാണ്. ഒത്തിരി ആൾ കാണും, ഒത്തിരി ആൾ കാണും. വരുന്ന ഈ പട്ടാളക്കാർക്ക് യേശുവിനെ ഈ രാത്രിയിൽ നമ്മുടേതുപോലെ വലിയ ഹാലജൻ ബൾബുകൾ കത്തി നിൽക്കുന്ന സ്ഥലമല്ല, ഇരുട്ടാണ്, കാടാണ്, മരങ്ങൾ നിൽക്കുന്ന സ്ഥലമാണ്, തോട്ടമാണ്. അപ്പോൾ പകൽ തന്നെ ഇരുട്ടാണ്, അപ്പോൾ രാത്രിയിൽ വലിയ അന്ധകാരം. അതിനിടയിൽ യേശുവിനെ തിരിച്ചറിയാൻ പാടാം. അപ്പോൾ യേശു ആണെന്ന് പറഞ്ഞ് പത്രോസിനെ ചിലപ്പോൾ പിടിച്ചുകൊണ്ട് പോകാം. അങ്ങനെ ആൾ മാറി പിടിക്കാതിരിക്കാനാണ് ഒന്നാമത്തെ കാര്യം. അതായത് യേശുവിനെ പിടിച്ചേ പറ്റൂ, ഈ സന്ദർഭം ഒഴിവാക്കാൻ പറ്റില്ല. ഈ സീസ് ദ ഓപ്പർച്യൂണിറ്റി എന്ന് പറയത്തില്ലേ, ആ അവസരം മുതലാക്കുകയാണ്. അതിനുവേണ്ടി അവർ കണ്ടെത്തിയ ഒരു വഴിയാണ്. പിന്നെ വേറൊരു കാര്യം കേട്ടിട്ടുള്ളത് ഇങ്ങനെയാണ്, ഈശോയും ശിഷ്യന്മാരും തമ്മിൽ വേഷവിധാനത്തിലൊന്നും വലിയ വ്യത്യാസമൊന്നുമുള്ള സാധാരണക്കാരായ മനുഷ്യരാണ്. അപ്പോൾ തിരിച്ചറിയാൻ പാടായിരുന്നു ആരാണ് ഇതിനകത്തെ ലീഡറെന്ന് തിരിച്ചറിയാൻ പാടായിരുന്നു. അതുകൊണ്ടാണ് ഒറ്റുകാരൻ അടയാളം കൊടുത്തത്. അങ്ങനെ പല കാരണങ്ങളുണ്ടാവും. പിന്നെ രഹസ്യത്തിൽ യേശുവിനെ പിടിക്കുമ്പോൾ എല്ലാം വേഗത്തിൽ നടക്കണം, താമസിക്കാൻ പറ്റില്ല, ഓടിച്ചിട്ട് പിടിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് തിരിച്ചറിയാൻ വേണ്ടി ഒരു അടയാളം കൊടുത്തിരുന്നു എന്ന് പറയുകയാണ്. ഒറ്റുകാരൻ അവർക്ക്, വായിച്ചോ, ഒരടയാളം നൽകിയിരുന്നു, ഞാൻ ആരെ ചുംബിക്കുന്നുവോ അവൻ തന്നെ, അവനെ പിടിച്ച് സുരക്ഷിതമായി കൊണ്ടുപോയിക്കൊള്ളുക. അവൻ യേശുവിനെ സമീപിച്ച് ഗുരോ എന്ന് വിളിച്ചുകൊണ്ട് അവനെ ഗാഢമായി ചുംബിച്ചു. ബൈബിളിൽ, സുവിശേഷത്തിൽ യേശുവിനെ ഇങ്ങനെ ചുംബിച്ച വേറെ ആരുമില്ല. ഇത്രയും അഗാധമായ സ്നേഹപ്രകടനത്തോടെ യേശുവിനെ ചുംബിച്ച വേറെ ആരുമില്ല. മേരി യേശുവിൻ്റെ പാദങ്ങളിൽ ചുംബിച്ചു. ഈ യൂദാസ് ചുംബിച്ചതുപോലെ ഗാഢമായി, അവിടെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, യേശുവിനെ ചുംബിച്ചു എന്നല്ല പറഞ്ഞേ, ഗാഢമായി ചുംബിച്ചു എന്ന് പറഞ്ഞാൽ ഈ ധൃതരാഷ്ട്രാലിംഗനം എന്ന് കേട്ടിട്ടുണ്ടോ? എന്ന് പറഞ്ഞാൽ അത് പിടിച്ചാൽ പിടിപെടത്തില്ല, അങ്ങനത്തെ പിടുത്താണ്. അതായത് ആ പിടുത്തം എന്ന് പറഞ്ഞാൽ യൂദാസ് യേശുവിനെ പിടിച്ചത് ഒന്ന് മനസ്സിൽ കണ്ടോണം, അത് അങ്ങ് പിടിച്ചു. കെട്ടിപ്പിടിക്കാനും ചുംബിക്കാനും പിടിച്ചതല്ല, പിടിച്ചു വച്ചതാണ്, പിടിച്ചു വെച്ചതാണ്. പിടിച്ചു വെച്ച് അടിച്ചു എന്ന് പറയത്തില്ലേ, പിടിച്ചു, എന്നെ അടിച്ചാലേ സങ്കടം, അവൻ പിടിച്ചു കൊടുത്തു അടിക്കാൻ, പിടിച്ച് വെച്ച് കൊടുത്തു. പോകാൻ പാടില്ല, രക്ഷപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ യൂദാസ് ഒറ്റിക്കൊടുക്കുന്ന സമയത്ത് 100% സുബോധത്തോടെ, കൃത്യമായ അറിവോടെ, കൃത്യമായ പദ്ധതിയിൽ, പൂർണ്ണ മനസ്സോടെ ഒറ്റിക്കൊടുത്താണ്. അവനെ പിടിച്ച് ഗാഢമായിട്ട് ചുംബിച്ചു. യേശുവിനെ സമീപിച്ചു ഗുരു എന്ന് വിളിച്ചുകൊണ്ട് ഗാഢമായിട്ട് ചുംബിച്ചു. ഗാഢമായിട്ട് ചുംബിച്ച് ഇങ്ങനെ ചെന്ന് ഉമ്മ കൊടുത്തിട്ട് പോകാൻ പറ്റില്ലല്ലോ. പറ്റുമോ? ഇങ്ങനെ പറ്റില്ല. അതിനെ പിടിച്ചു വെച്ചേ ഉമ്മ കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്, ഈ സ്നേഹപ്രകടനങ്ങളെല്ലാം തന്നെ സ്നേഹത്തിൻ്റെ ലക്ഷണങ്ങളാകണമെന്നില്ല. സ്നേഹപ്രകടനങ്ങളിൽ പലതും ഒറ്റിക്കൊടുക്കലിൻ്റെ അടയാളങ്ങളായിരിക്കും. അതുകൊണ്ടാണ് നമുക്കൊരിക്കലും പ്രകടനം കണ്ട് മനുഷ്യനെ വിലയിരുത്താൻ പറ്റില്ല, അല്ലേ? ഭയങ്കര പ്രകടനം മനുഷ്യൻ കാണിച്ചു കളയും. അതൊന്നും കണ്ട് ഒരു മനുഷ്യനെ വിലയിരുത്താൻ പറ്റില്ല. കാരണം അത് ഒറ്റിക്കൊടുക്കാനുള്ള ഒരുക്കമായിരിക്കും, ഏൽപ്പിച്ചു കൊടുക്കലായിരിക്കും അത്. അവൻ യേശുവിനെ സമീപിച്ച് ഗുരു എന്ന് വിളിച്ചുകൊണ്ട് അവനെ ഗാഢമായി ചുംബിച്ചു. അപ്പോൾ അവർ അവനെ പിടിച്ച് ബന്ധിച്ചു. സമീപത്ത് നിന്നിരുന്ന ഒരുവൻ വാളൂരി, ആരാ ഇത്? പത്രോസാന്ന് നമുക്ക് മറ്റു സുവിശേഷങ്ങൾ വായിച്ചപ്പോൾ അറിയാം, പത്രോസാണത്. സമീപത്ത് നിന്ന് ഒരുവൻ വാളൂരി പ്രധാന പുരോഹിതൻ്റെ സേവകനെ വെട്ടി അവൻ്റെ ചെവി ഛേദിച്ച് കളഞ്ഞു. ശ്രദ്ധിക്കണം, ഇവിടെ മർക്കോസ് പത്രോസാണെന്ന് പറഞ്ഞിട്ടില്ല. പത്രോസാണ്, അറിയാലോ, പത്രോസാണ്. ആരുടെ ചെവിയാണ് വെട്ടിയേ? പ്രധാന പുരോഹിതൻ്റെ സേവകൻ്റെ ചെവി.
അല്ലേ? ഈ പൗരോഹിത്യം ഇവിടെ അവസാനിക്കാൻ പോവാണ്. ഈ പൗരോഹിത്യം അവസാനിച്ച് കഴിഞ്ഞാൽ ഇനി ആരാ പ്രധാന പുരോഹിതൻ? യഹൂദന്മാരുടെ പൗരോഹിത്യം അവസാനിച്ച് കഴിഞ്ഞാൽ ആരാ ഇനി പ്രധാന പുരോഹിതൻ? യേശുവാണ്. ആ പ്രധാന പുരോഹിതൻ്റെ പ്രധാന സേവകൻ ആരാ? യേശുവാണ് പ്രധാന പുരോഹിതനെങ്കിൽ ആ പ്രധാന പുരോഹിതൻ്റെ സ്ഥാനത്ത് പ്രധാന പുരോഹിതനായിട്ട് ഇനി ഭൂമിയിൽ നിൽക്കാൻ പോകുന്ന ആരാ? പത്രോസാണ്. ആണല്ലോ. അപ്പോൾ പ്രധാന പുരോഹിതൻ്റെ സേവകൻ പ്രധാന പുരോഹിതൻ്റെ സേവകനെ വെട്ടി. മനസ്സിലായോ? പ്രധാന പുരോഹിതൻ്റെ സേവകൻ പ്രധാന പുരോഹിതൻ്റെ സേവകനെ വെട്ടി. അതാണ് കണക്ഷൻ. വേറെ ഒരു സാധാരണ പട്ടാളക്കാരനല്ല വെട്ടിയത്. ചെവി ഛേദിച്ചു കളഞ്ഞു. യേശു അവരോട് പറഞ്ഞു. ആരോട് പറഞ്ഞു? പിടിക്കാൻ വന്നവരോട്. കവർച്ചക്കാരനെതിരെ എന്നതുപോലെ വാളും വടിയുമായി എന്നെ ബന്ധിക്കാൻ നിങ്ങൾ വന്നിരിക്കുന്നുവോ? ഞാൻ ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ട് നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു, നിങ്ങൾ എന്നെ പിടിച്ചില്ല. ശ്രദ്ധിച്ചേ, കവർച്ചക്കാരൻ, ദേവാലയം. ഒരു സെൻറ്റൻസ് ഇത് രണ്ടുകൂടെ വെച്ച് പറയാമോ? കവർച്ചക്കാരൻ, ദേവാലയം. ഈ സെൻറ്റൻസ് അല്ലാതെ വേറൊരു സെൻറ്റൻസ് പറയാമോ അത് വെച്ചിട്ട്? എൻ്റെ പിതാവിൻ്റെ ആലയം എല്ലാവർക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെട്ടി, നിങ്ങളതിനെ കവർച്ചക്കാരുടെ ഗുഹയായി. യഥാർത്ഥ കവർച്ചക്കാർ ആര്? പ്രധാന പുരോഹിതന്മാർ, ജനപ്രമാണികൾ, യഥാർത്ഥ കവർച്ചക്കാർ സത്യസന്ധനായി എന്നെ പിടിക്കാൻ വാളും വടിയുമായിട്ട്. ഞാൻ ദേവാലയത്തിൽ നിന്നിരുന്നില്ലേ? അപ്പോൾ പിടിക്കാതിരുന്നില്ലേ? ഞാൻ നിങ്ങളെ കവർച്ചക്കാരെന്ന് വിളിച്ചുകൊണ്ട് അവിടെ നിന്നിരുന്നില്ലേ? അപ്പോൾ പിടിക്കാമായിരുന്നില്ലേ? കവർച്ചക്കാരനെതിരെ എന്നതുപോലെ വാളും വടിയുമായി എന്നെ ബന്ധിക്കാൻ നിങ്ങൾ വന്നുവോ? ഞാൻ ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ട് നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു, നിങ്ങളെന്നെ പിടിച്ചില്ല. എന്നാൽ വിശുദ്ധ ലിഖിതങ്ങൾ പൂർത്തിയാകേണ്ടിയിരിക്കുന്നു. അപ്പോൾ ശിഷ്യന്മാരെല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. അപ്പോൾ എന്താ പൂർത്തിയായ വിശുദ്ധ ലിഖിതം? ഞാൻ ഇടയനെ വെട്ടും, ആടുകൾ ചെറിപ്പോവും. അതാണ് ഈ വിശുദ്ധ ലിഖിതം. വിശുദ്ധ ലിഖിതം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു, ശിഷ്യന്മാരെല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. അപ്പം മർക്കോസിൻ്റെ സുവിശേഷം അനുസരിച്ച് ഇനി ഒരൊറ്റ ശിഷ്യൻ പോലും യേശുവിൻ്റെ കൂടില്ല. എല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. ഇനിയാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സീൻ നമ്മൾ കാണാൻ പോകുന്നത്. അതായത്, എന്നാൽ ഒരു യുവാവ് അവനെ അനുഗമിച്ചു. അവനൊരു പുതപ്പ് മാത്രമേ തൻ്റെ ശരീരത്തിൽ ചുറ്റിയിരുന്നുള്ളൂ. അവർ അവനെ പിടിച്ചു. അവൻ പുതപ്പുപേക്ഷിച്ച് നഗ്നനായി ഓടിപ്പോയി. ആരായിരിക്കും ഇത്? ഇതാരായിരിക്കും? നമുക്ക് ആരാണെന്ന് വ്യക്തതയൊന്നുമില്ല. ഇത് സൂചനകൾ വെച്ച് പരിശോധിച്ചാൽ മർക്കോസ് ആവാനാണ് സാധ്യത. മർക്കോസ്. എന്തുകൊണ്ടാണ് മർക്കോസ് ആവാനാണ് സാധ്യത എന്ന് പറയുന്നത്? അതിൻ്റെ കാരണം, മർക്കോസിൻ്റെ വീട്ടിലാണ് ഇത് നടന്നത്. രാത്രിയിൽ ഇവരിറങ്ങുകയാണ്. ഇറങ്ങുമ്പോൾ അവർ പോവുകയാണ്. പോകുമ്പോൾ മുമ്പ് നടന്ന സംഭവങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിൽ, ഈ വീട്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ, അല്ലേ, ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തം, അല്ലേ, നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടാൻ പോകുന്ന എൻ്റെ ശരീരം, ഇതെല്ലാം ശ്രദ്ധിച്ച് കേട്ട ഒരാൾക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടാവാൻ പോവുകയാണ് എന്ന് തോന്നില്ലേ? ശ്രദ്ധിച്ച് പ്രത്യേകിച്ച് ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന സംഭാഷണം മർക്കോസ് എല്ലാം രേഖപ്പെടുത്തിയിട്ടില്ല, യോഹന്നാൻ എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളുടെയും വെളിച്ചത്തിൽ മർക്കോസ് എന്ത് ചെയ്തു? ഇത് മുഴുവൻ കേട്ടു. പുതപ്പ് മാത്രമേ ഇത് ചുറ്റിട്ടുള്ളൂ എന്ന് പറഞ്ഞാലോ? യുവാവെന്ന് പറഞ്ഞാൽ ഒരു ചെറുപ്പക്കാരൻ. വീട്ടിലെല്ലാവരും, യഹൂദന്മാരെല്ലാവരും ഉണർന്നിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. രാത്രിയിൽ സന്ധ്യയ്ക്ക് പെസഹ ഭക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അവരവരുടെ കിടക്കുന്ന സ്ഥലത്തേക്കൊക്കെ പോയിട്ട് ഇങ്ങനെ വിചാരിച്ചേ, മർക്കോസ് ഒരു നൈറ്റ് ഡ്രസ്സ് ഇട്ട് രാത്രിയിൽ ഉറങ്ങുമ്പോൾ ഒരു നൈറ്റ് ഡ്രസ്സ് ഇട്ട്, പുതപ്പ് മാത്രമേ ചുറ്റിട്ടെന്ന് പറഞ്ഞാൽ മേളിലുള്ളത് മാത്രമേ ഉള്ളൂ എന്നർത്ഥം. അപ്പോൾ ഒരു നൈറ്റ് ഡ്രസ്സ് ഇട്ട് കിടന്നു. ഉറക്കം വരുന്നില്ല, എന്തോ പ്രശ്നം നടക്കാൻ പോവാണ്. എഴുന്നേറ്റിട്ട്
മാറി നിന്ന് അല്ലെ ഒളിച്ച് നിന്ന് ഇവരിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രഗീതം ആലപിച്ചിട്ട് അവർ പറയുകയാണ് ഒലിവുമലയിലേക്ക് പോവാം. പോയപ്പോൾ മർക്കോസിന് മാത്രമല്ല, ഇതെല്ലാം ആത്മാവ് നയിക്കുന്ന ഒരു വഴിയുണ്ടല്ലോ ഇതിൻ്റെ എല്ലാം പറയില്ല, ഇവരെ പിന്തുടരണമെന്ന് തോന്നിയാലോ. അപ്പോൾ ഇനി പോയെന്നാൽ ഡ്രസ്സൊക്കെ മാറി ഡീസൻ്റായിട്ട് പോകാമെന്ന് വിചാരിക്കാതെ, രാത്രിയല്ലേ, തണുക്കാതിരിക്കാൻ അത്യാവശ്യത്തിന് സാധനമുണ്ട്, പുതച്ച് നല്ലൊരു കമ്പിളി പുതച്ചിരിക്കുകയാണ്. അപ്പോൾ അടിയിൽ എന്നാ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ആരും അറിയുന്നില്ല എന്ന് വിചാരിച്ചോ, ഇറങ്ങി. ഗത്സമൻ തോട്ടത്തിൽ ചെന്നു. എന്നിട്ട് ഈശോ എന്താ ചെയ്യുന്നതെന്ന് മർക്കോസ് ഇങ്ങനെ നോക്കിക്കൊണ്ട്, ശ്രദ്ധിച്ചോണം നിങ്ങൾ, ഇനി ഞാൻ പറയാൻ പോകുന്ന വാക്യങ്ങൾ വെച്ച് നിങ്ങളുടെ മനസ്സിൽ ഒരു ചിത്രം രൂപപ്പെടുത്തണം. ഈശോ ഇങ്ങനെ കിടന്ന് നിലത്ത് വീണ് കിടന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഒരു മരത്തിൻ്റെ പിന്നിൽ ഒരാൾ എല്ലാം ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. എൻ്റെ ഒരു വായന അനുസരിച്ച് എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഈ ഗത്സമൻ തോട്ടത്തിലെ വിവരണങ്ങളിലൊക്കെ ഏറ്റവും കൃത്യമായ വിവരണം മർക്കോസിൻ്റെ ആയിരിക്കും. കാരണം എന്താ, ഇതിൻ്റെ ഏക ദൃക്സാക്ഷി ഇയാളാണ്. ഒരു മരത്തിൻ്റെ പുറകിൽ ഇങ്ങനെ നിന്ന് ഒരാളിങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം നടന്നു കഴിഞ്ഞപ്പോൾ പോലീസ് വന്നു, അറസ്റ്റ് ചെയ്തു, എല്ലാവരും ഓടിപ്പോയി, ഈശോ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവനിങ്ങനെ മരത്തിൻ്റെ മറവ് പറ്റി യേശുവിൻ്റെ പുറകെ എങ്ങോട്ടാണെന്ന് അറിയാൻ വേണ്ടി പോകുമ്പോൾ പട്ടാളക്കാർ പെട്ടെന്ന് ആരോ പുറകിലുണ്ടെന്ന് മനസ്സിലായി. വേഗം അവനെ പിടിയിടാന്ന് പറഞ്ഞു. പിടിച്ചപ്പോൾ ഈ കമ്പിളി കിട്ടാൻ പിടുത്തം കിട്ടിയത് അവൻ നഗ്നനായിട്ട് ഓടിപ്പോയി. ഇനി നിങ്ങൾ എൻ്റെ കൂടെ വരിക. ഒരു തോട്ടം, ആ തോട്ടത്തിൽ ഒരാളിങ്ങനെ മറഞ്ഞു നിന്ന് എന്തോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തോട്ടം, ശ്രദ്ധിച്ചോണം, ആ തോട്ടത്തിൽ ഒരാളിങ്ങനെ മറഞ്ഞു നിന്ന് ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ മറഞ്ഞു നിന്ന് നോക്കിയ ആള് ആ തോട്ടത്തിൽ നിന്ന് ഓടിപ്പോകുന്നത് നഗ്നനായിട്ടാണ്. അങ്ങനെ ഒരു തോട്ടത്തിൽ മരത്തിന് പുറകിൽ ഇങ്ങനെ പാത്ത് നഗ്നനായിട്ട് നിന്ന് ആരെയും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആദം. മർക്കോസ് ആദത്തിൻ്റെ പ്രതിരൂപമാണ്, നിഴലാണ്, അല്ലെങ്കിൽ പൊരുളാണ്. ആദം നിഴലാണ്. എന്താ ഇതിൻ്റെ അർത്ഥം? ഏദൻ തോട്ടത്തിൽ നിന്ന് നഗ്നനായി നിന്ന ആദത്തിൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യാൻ യേശുവിനെ കൊണ്ടുപോവാണ്. അതാണ് ഇമേജറി. മനസ്സിലാകുന്നുണ്ടോ? അത് ശരിക്കും പറഞ്ഞാൽ ഈ യുവാവ് ആരാ? ആദമാണ്. നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ഏദൻ തോട്ടത്തിൽ വെച്ച് നടന്ന പാളിച്ച മാനവരാശിക്കുണ്ടാക്കി വെച്ച ദുർവിധി മരണത്തിന് ശേഷമുള്ള പിതൃക്കളുടെ വാസസ്ഥലമായ ഈ മരണാനന്തര വിശ്രമം നടക്കുന്ന സ്ഥലത്ത് കിടന്ന് ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ആദമാണ് ഈ യുവാവ്. അവൻ നഗ്നനായിട്ട് ഓടിപ്പോയി. എന്നാലൊരു യുവാവ് അവനെ അനുഗമിച്ച ഒരു പുതപ്പ് മാത്രമേ അവൻ ധരിച്ചിരുന്നുള്ളൂ. അവർ അവനെ പിടിച്ചു. അവൻ പുതപ്പ് ഉപേക്ഷിച്ച് നഗ്നനായി ഓടിപ്പോയി. പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ.